ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്, ഇവിടെ ഒടുങ്ങിലും ഉണ്ടാവും. വേം വരി, ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണേ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, വരികടാ. അരി ഊരടിക്ക്, അരി തുടക്കണം അവിടെ. ബാലകൃഷ്ണൻ നമ്മളെ പാർട്ടിയൊന്നുകൊണ്ടിട്ട് പോയാടി നീക്കി പിടിക്കിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. എന്തത് എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ? അങ്ങോട്ട് പോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്നടാ. പരിപാടിയൊക്കെ വേണ്ട. മുതല് ഇനി ഇങ്ങനെ ഇങ്ങനെ നിന്നെ വിട്ടിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? ഇതെന്താ ഇയാൾ പിടിച്ചോടിക്കുന്നത്? തടുത്തോ? അമ്മേ, അയ്യോ അയ്യോ അയ്യോ. നിർത്തി. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചതോടെ. ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. തന്റെ ആണോ? ഞാനേ അടുത്താളോ അടുത്താളോ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ. ഞാനൊരു ഇരിക്കട്ടെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സമാധാനമായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂത്തി വെച്ചു ഒരു ചവിട്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ, ഞാൻ ഏതായാലും കയ്യച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശശി നമ്മള് വിചാരിച്ച പോലെയല്ലേട്ടാ. അയാൾ 3 ആൾ ഇരിക്കണേ ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയുള്ളവരാണ്. കംപ്ലീറ്റ് ലെവലാക്കി. ഉള്ള ബാലകൃഷ്ണനല്ലേ? വണ്ടി നിർത്ത് നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ശൈത്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരൂ. പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ ഇതുവരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്. എന്റെ പൈസ എന്താ? ബാലകൃഷ്ണ എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോടാ പറയുന്നത്. എന്റെ പൈസ ബാലകൃഷ്ണ. ആഹാ, ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ പൊന്നിന്റെ മാറിപ്പോയി. സോറി, മാറിപ്പോയതാണ്. ക്ഷമിക്കണം. ഈ വണ്ടിയിലെ വന്ന് പയ്യ തമിഴ്. എന്റെ കാശിങ് തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്? എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണോ. താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം.
എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടിക്കോ, എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തിൽ നിന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. പഞ്ചായത്തിന്റെയും ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണോ? കൊല്ലുള്ളൂ, നിന്റെ അടുക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കേട്ടില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല. ധൈര്യമായിട്ട് ഇറങ്ങി വാ, അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയ എന്നെ കണ്ട് മാറിക്കളഞ്ഞു. പൈസ അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ, അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ച എന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. ഹംസക്കോയ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനൊക്കെ ഇവിടെ തന്നെ നോളി ഇനി വരണ്ട, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ, ഇവിടെ ആരും ഇല്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ, തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അതെ, മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ
2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വീടാ ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയാ നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാറുകൾ എന്താ വലിയ ചില്ലിത്തൊക്കെ പോളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും മീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അയ്യോ പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ എടാ നിനക്ക് ഞാൻ പറഞ്ഞ സ്മൈലെ കുറ്റമായി സ്പീഡിൽ ഓടും ചെയ്യും. നിക്കാതെ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട് കാറ്. വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്കുവാനെ ഡ്രൈവർ. സോറി ഇത് തുറക്കാൻ സ്മാനെ ഒന്നാമത് തള്ളി അടുക്ക പോ. വിട് വിട് വിട. എന്താ കളിക്കും? വിട്. വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ നീ എന്തിനാണോ പാറാവ് നിൽക്കണേ? മത്താച്ചേട്ടാ ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ കുറച്ചേരം ഒന്ന് പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്താച്ചേട്ടാ ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ പീഡ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. പിടിച്ചു മഹാച്ചേട്ടാ ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ വന്ന് തടി. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി പ്രശ്നമില്ല. നോക്കണ്ട പിന്നെ മലരില്ല ഞാൻ. നീ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല ഉടുതുണി പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ എടുക്കട്ടെ കുട്ടി ആദ്യം. ഇതാണ് ആശാൻ.
ഞങ്ങളുടെ പുതിയ നാടകമാണേ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലെന്നേ, കണ്ടില്ലേ അവന്റെ തനിനിറം? അത് അവന്റെ പെങ്ങളല്ലേ? ഉണ്ട, ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് കേട്ടിട്ട് എനിക്ക് വയറ് കത്തിയിട്ട് പാടില്ല, ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. ദേ പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ട് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മത്തായി ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമീസ് തമ്മാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ് തമ്പാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻ മാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ലാണ് അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോണോടാ. നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ? അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയിലാ? ഇങ്ങോട്ട് പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പിന്നീട് ഉറുമീസ് തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വടേ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ? വാ, ദേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ പറ. താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ ഇതിന് എന്റെ പിന്നെ ഇറക്കണം നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ടിട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട? എന്നോട് ചോദിച്ചാ പോരെ? എന്താ വേണ്ടേ? നമുക്ക് വേണ്ട 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ 3 കള്ളന്മാരെ വേഷം. ഇത് പറ്റും നോക്കി. ഇതിങ്ങനെ കണ്ണി വെക്കണത് കണ്ട? ഇത് കൊള്ളാം. ഇത് 3 എണ്ണം കാണും. ഉണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ. ഇതൊരു മാതിരി കോമാളി വേഷം പോയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമീസ് തമ്പാൻ ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എന്തിനാ നമ്മൾ വേഷം കൊടുക്കണേ? അയാൾ തുണിയെടുക്കണ്ട വരണേ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമീസ് തമ്പാനായിട്ട് പോകുന്നു. ഓ, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം മെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട്. പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉറവച്ചേറ്റേഴ്സ് അടച്ചു കൂട്ടിയത്. എന്താ? അല്ലെ മനുഷ്യന്മാരുടെ വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തീറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കാലി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാൽ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. തമാശക്കാരാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ? അല്ല, കോട്ട്. കോട്ട്. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാ. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പോ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകി കളഞ്ഞില്ലേ? അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത്. 4-5 വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത്. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീ. ഇനിയിപ്പോ
അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണതാണ് നല്ലത്. ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിൽ നിന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂഴ്ത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. നീട്ടി വലിച്ച് 4 വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നവള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. കൊള്ളാം. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ? കൊള്ളാം. ബാലകൃഷ്ണൻ, ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കിൽ പിന്നെ രണ്ടുപേർക്കൂടെ കൈ ഓർത്ത് പിടിച്ചൊരു പ്രേമാനവും പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ. ദേ, തോൾ തീറിയും ചെവി അടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാ, 3 ദിവസം കൂടി സാറിന് അവധി തരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല, റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കിക്കോ. അയ്യേ, സാറിന് നാണമില്ലേ സാർ? ഒരു വക അൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ. വൃത്തിയേട്. അങ്കിളേ, അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ? ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. അമ്മ ഓ നിന്നേ, ഒന്ന് പറയട്ടെ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ